പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പല പുതിയ യൂട്യൂബേഴ്സും അവരുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വിട്ടുപോകാനുള്ളൊരു പ്രധാന കാരണമുണ്ട്. കാരണം അവർക്ക് എന്ത് വീഡിയോ ആണ്, എന്തിനെ പറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇതിനെക്കുറിച്ചിട്ടൊന്നും ആലോചിക്കാതെ പെട്ടെന്നായിരിക്കും അവർ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ഈ ആശയദാരിദ്ര്യം വരാതെ നമ്മൾക്ക് അതിനെക്കുറിച്ച് തന്നെ ആധികാരികമായിട്ട് പല വീഡിയോസും നമ്മൾക്ക് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം പല നല്ല വൈറലായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ആ ടോപ്പിക്സൊക്കെ നമ്മളും ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആരെങ്കിലും അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ കമൻറ്റിലൊക്കെ ചോദിക്കുകയോ ചെയ്താൽ നമ്മൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരമോ ഒന്നും പറയാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. മാത്രമല്ല സാധാരണ തുടക്കത്തിലൊക്കെ വളരെ വ്യൂസൊക്കെ കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല വ്യൂസൊക്കെ വരണമെങ്കിൽ നല്ല കണ്ടൻറ് ആയിരിക്കണം. ഇത് മുമ്പ് പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിശ്ചിത ഒരു പ്ലാനിങ് വേണം. അപ്പോൾ പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസ് ഒന്നും ഇല്ലാതെ വരും. മിക്സഡ് കണ്ടൻറ്റ് കഴിയുന്നതും അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുക. ഏതെങ്കിലും ഒരു നല്ല ടോപ്പിക്കിനെ പറ്റി നല്ല രീതിയിൽ തുടർച്ചയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്കറിയാമായിരിക്കും യൂട്യൂബിൻ്റെ SEO അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം. ദാറ്റ് ഇസ് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയും. കാരണം യൂട്യൂബിൻ്റെ മെറ്റാ ഡാറ്റ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം വീഡിയോ ചെയ്യാൻ. അതായത് തമ്പനെയിൽ വളരെ നല്ല ആകർഷകമായിട്ടുള്ളൊരു തമ്പനെയിൽ ഉണ്ടെങ്കിലേ ആളുകൾ നമ്മുടെ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്ത് വരികയുള്ളൂ. തമ്പനെയിൽ ആകർഷകമായിട്ട് ഇരുന്നാൽ മാത്രം പോരാ, അത് വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വീഡിയോയുടെ അകത്ത് പോകുമ്പോഴേക്കും അത് ഓഡിയൻസിനെ പിടിച്ചിരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് വ്യത്യാസപ്പെടുത്തി എല്ലാവരും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യാതെ ആകർഷകമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ സാവകാശം തീർച്ചയായിട്ടും ഇതുവഴി നല്ല റീച്ചും കാലക്രമേണ നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്തും ഒക്കെ കിട്ടും. അപ്പോൾ എപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാതെ നിങ്ങൾക്കതിൽ നിന്ന് എന്ത് വാല്യൂ ആഡ് ചെയ്യാം, അതിനെങ്ങനെ വ്യത്യാസപ്പെടുത്താം, എങ്ങനെ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, നിങ്ങളും സ്വന്തമായിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിയുന്നതും കൺസിസ്റ്റൻസി അതൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല മോണിറ്റൈസ് ആയി എന്ന് വിചാരിച്ചിട്ട് വീഡിയോസൊക്കെ ഇൻകൺസിസ്റ്റൻ്റായിട്ട് ഇട്ടാൽ വാച്ച് അവേഴ്സ് കുറഞ്ഞു പോകാൻ പാടില്ല. ബിക്കോസ് ഏത് ഒരു ദിവസം നോക്കിയിട്ട് അതിൻ്റെ പിറകോട്ട് 365 ഡേയ്സ് എടുത്താൽ ആ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബ് നമ്മളുടെ മോണിറ്റൈസേഷൻ വന്നിട്ട് ഡിസേബിൾ ചെയ്യും. പിന്നെയും 4000 അവേഴ്സ് തികഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആ ഇത് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിലോട്ട് തിരിച്ചു കയറുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടും ആരും മടി പിടിച്ച് ഇരിക്കാതെ നിങ്ങൾ നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ ഒരു പോസിറ്റീവ് ഫീലിങ്ങോടെ തന്നെ തുടർന്ന് യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. താമസിയാതെ നിങ്ങൾക്കും ഒരു സമയം ഉണ്ടാകും. അപ്പോൾ എൻ്റെ വീഡിയോസിന് കമൻസ് ഇടുന്നവരെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നിങ്ങളെല്ലാവരെയും കാണാം.